മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 13-ാം വാക്യം ഞാൻ വായിക്കുന്നു. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ഈ വാക്യത്തെ മനസ്സിലാക്കാൻ ആദ്യം ഞാൻ അതിൻ്റെ പശ്ചാത്തലം പറയാം. പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ വൈഡറായിട്ടുള്ള കോണ്ടെക്സ്റ്റ്, അതിനുശേഷം അതിൻ്റെ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് പറയുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ആ വാക്യം ഒന്ന് മനസ്സിലാകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത്. ഈ വേദഭാഗം മത്തായിയുടെ സുവിശേഷം 5, 6, 7 ഈ അധ്യായങ്ങളിൽ കർത്താവ് പഠിപ്പിച്ച ഗിരിപ്രഭാഷണം എന്ന പേരിൽ അറിയപ്പെടുന്ന ആ വലിയ പ്രസംഗത്തിൻ്റെ ഭാഗമാണ്. ശരിക്കും ഗിരിപ്രഭാഷണമാണ് ദൈവരാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ. യേശു കർത്താവ് പ്രസംഗിച്ചത് മുഴുവനും ദൈവരാജ്യത്തെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ ഭരണം. ദൈവരാജ്യത്തിൽ ഒരുവൻ ആത്മരക്ഷ പ്രാപിച്ച് കടന്നു വരുമ്പോൾ ആ കടന്നു വന്നയാൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിനെ വിവരിക്കുന്ന 3 അധ്യായങ്ങളാണ് മത്തായി 5, 6, 7 ഈ അധ്യായങ്ങൾ. നിർബന്ധമായി എല്ലാ വിശ്വാസികളും ഇത് വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. രാജ്യത്തിൻ്റെ നിയമമാണിത്. ഇതറിയാതെ നമ്മൾ ജീവിച്ചാൽ ദൈവഹിതപ്രകാരമുള്ള ജീവിതമല്ല. രാജ്യത്തിൻ്റെ രാജാവാകുന്ന യേശു കർത്താവ് പറയുന്ന വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ്. ഇതാണ് ശരിക്കും ജീവങ്കലേക്ക് നയിക്കുന്ന ഞെരുക്കമുള്ള വഴി. ഇതാണ് ശിഷ്യത്വത്തിൻ്റെ പാത. ഇതാണ് ക്രൂശെടുത്ത് തന്നെത്താൻ ത്യജിച്ച് യേശുവിനെ അനുഗമിക്കുന്ന പാത. ഈ വലിയ പ്രസംഗത്തിൽ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആദ്യത്തെ 18 വാക്യങ്ങളുടെ പ്രസക്തമായ കാര്യം ഒരു ശിഷ്യൻ്റെ ആന്തരിക ഭക്തി എന്നുള്ളതാണ്. എന്താണ് ആന്തരിക ഭക്തി എന്ന് എടുത്തു പറഞ്ഞത്? ആ കാലഘട്ടത്തിൽ മത അധ്യക്ഷന്മാർക്കൊരു ഭക്തി ഉണ്ടായിരുന്നു. അത് വളരെ ആകർഷണീയമായ ഭക്തിയായിരുന്നു. ഫരീസയരും ശാസ്ത്രിമാരും. പക്ഷെ അത് കേവലം ബാഹ്യമായിട്ടുള്ളതായിരുന്നു. ദൈവത്തിൻ്റെ ഭരണം മനുഷ്യരുടെ ഉള്ളിലാണ്, ഹൃദയത്തിലാണ്. ഉള്ളിൽ ആ ഭരണം സജീവമാകുമ്പോൾ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഭക്തിയെക്കുറിച്ചാണ് ആദ്യത്തെ 18 വാക്യങ്ങളിൽ 6-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. ബാഹ്യമായിട്ടുള്ളത് കപടഭക്തിയാണ്. ദൈവരാജ്യത്തിൽ അത് വില പോകത്തില്ല. ഇത് നമ്മുടെ ഇന്നത്തെ പ്രസംഗത്തോടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് 2 തരത്തിലുള്ള ഭക്തി. ഒന്ന് ബാഹ്യഭക്തി. പുറത്തവര് ഉപവസിക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, ദാനധർമ്മം കൊടുക്കുന്നവർ, ഇതൊക്കെ ഉണ്ട്. അകത്ത് ദൈവവുമായി വ്യക്തിപരമായ ബന്ധമില്ലാത്ത സ്ഥിതി, അത് സ്വർഗത്തിൽ പോകില്ല. എന്നാൽ ദൈവരാജ്യത്തിൽ ആന്തരിക ഭക്തിയാണ്. അകത്താണ് ദൈവത്തിൻ്റെ ഭരണം.
പുറത്ത് മനുഷ്യൻ നമ്മളെക്കുറിച്ച് എന്തും പറയട്ടെ, ഉള്ളാണ് ദൈവം നോക്കുന്നത്. ആ ശിഷ്യന്റെ ഉള്ളിലെ ഭക്തി സംബന്ധമായാണ് ഈ ആദ്യത്തെ 18 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ധർമ്മം കൊടുക്കുന്നതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 2 തരത്തിൽ കൊടുക്കാം. ഇടം കൈ അറിയാതെ വലം കൈ കൊണ്ട് കൊടുക്കാം. വേറൊരു ഭക്തിയാണ് കൊട്ടി ഘോഷിച്ചു കൊടുക്കാം. രണ്ടും കൊടുക്കുകയാണ്. പക്ഷെ കർത്താവ് പറയുന്നത് രണ്ടിനും പ്രതിഫലമുണ്ട്. കൊട്ടി ഘോഷിച്ചു കൊടുത്തവന് ഇവിടെ കിട്ടിപ്പോയി. ഇടം കൈ അറിയാതെ വലം കൈ കൊണ്ട് കൊടുത്തത് ദൈവം തമ്പുരാൻ കണ്ടു. അവസാനം ദൈവം അതിന് പ്രതിഫലം കൊടുക്കും. 6-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 8 വരെയുള്ള വേദഭാഗം നമ്മൾ ഒരിക്കൽ ചിന്തിച്ചതാണ്. പ്രാർത്ഥനയെക്കുറിച്ചുള്ള ചിന്ത 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലാണ് തുടങ്ങുന്നത്. 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്നാണ് യേശു ആദ്യം പഠിപ്പിക്കുന്നത്. അപ്പോൾ ദൈവരാജ്യത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പ്രാർത്ഥിക്കുക. അതെങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കരുത്, എങ്ങനെ പ്രാർത്ഥിക്കരുത് നമ്മൾ ചിന്തിച്ചതാ. അതുകൊണ്ട് ഇന്ന് വാക്യം വായിച്ചു പോവാം. 5-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ അരുത്. കേൾക്കണേ, കപടഭക്തിക്കാരും പ്രാർത്ഥിക്കുമെന്ന്. ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കും, വാചാലമായി പ്രാർത്ഥിക്കും. അപ്പൊ പ്രാർത്ഥനയുടെ വാക്കുകളോ വാചകങ്ങളോ ഇതല്ല. ഉള്ളിലേക്ക് ദൈവം തമ്പുരാൻ നോക്കുമ്പോൾ എന്തൊരു പ്രാർത്ഥിച്ചു, എന്തായിരുന്നു മനോഭാവം എന്നുള്ളതാണ് വിഷയം. അപ്പൊ ശിഷ്യന്മാരോട് പറയാം, നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കരുത്. അപ്പൊ എങ്ങനെ പ്രാർത്ഥിക്കരുത്? കപടഭക്തിക്കാരെ പോലെ അരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അവർക്കും പ്രതിഫലമുണ്ട്, പക്ഷെ അത് ഈ ലോകം കൊണ്ട് തീർന്നു. ആളുകളെല്ലാം പറഞ്ഞു നല്ല പ്രാർത്ഥനക്കാരിയായിരുന്നു, അതിനല്ലയോ അങ്ങനെ പ്രാർത്ഥിച്ചത്, അപ്പം അത് കിട്ടിപ്പോയി. 7-ാം വാക്യത്തിൽ 2-ാമത്തെ കാര്യം, പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത്. ജാതിക ആളുകൾ ഒരുപാട് വാക്ക് കസർത്തിലൂടെ ദൈവത്തെ ഇംപ്രസ് ചെയ്യാമെന്ന് ചിന്തിക്കുന്ന ആളുകൾ. നിങ്ങൾ അങ്ങനെ ആകരുത്. അപ്പൊ കപടഭക്തിക്കാരെ പോലെ അരുത്, ജാതികളെ പോലെയും അരുത്. എന്നിട്ട് 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലാണ് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഞാൻ ഈ കോണ്ടെക്സ്റ്റ് പറയുന്നത് 13-ാം വാക്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനാണ്. 9 മുതൽ 13 വരെ കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? 14-15 വാക്യങ്ങളിൽ 12-ാം വാക്യത്തിലെ ഒരു പ്രെയർ റിക്വസ്റ്റിൻ്റെ വിശദീകരണം കർത്താവ് തന്നെ അതിൻ്റെ കമൻട്രി പറയുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നിട്ട് 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ എങ്ങനെ ഉപവസിക്കരുത്, എങ്ങനെ ഉപവസിക്കണം. മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനല്ല ഉപവസിക്കേണ്ടത്. നോട്ടീസ് വല്ലതും അടിച്ച് പരസ്യപ്പെടുത്തി ഞങ്ങളെല്ലാം ഉപവാസത്തിൽ ഇരിക്കുകയാണെന്ന് പറഞ്ഞ് അല്ലേ, അങ്ങനെയല്ല. 6-16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. ഓക്കെ, ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. 6-9 മുതൽ 13 വരെ പ്രാർത്ഥനയാണ് യേശു പഠിപ്പിച്ചത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്നാ? ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ആശയവിനിമയമാണ് പ്രാർത്ഥന. പഠിക്കണം അത്. ഇതാർക്കാ അറിയാൻ വയ്യാത്തത്? അറിയാമെന്നവരും ഇതൊന്ന് പഠിക്കേ. അപ്പം എല്ലാം അറിയാമല്ലോ. അപ്പോൾ അടുത്ത ചോദ്യം, നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്?
നമ്മുടെ പല കാര്യങ്ങൾ ദൈവത്തിന് അറിയത്തില്ല, അതുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണോ? ദൈവമേ അവിടത്തേക്ക് അറിയത്തില്ലയോ? അങ്ങനെ ചിലർ പറയുന്നത്. എൻ്റെ മകൻ ഇന്ന വിഷയത്തിൽ പലപ്പോഴും അവന് പരീക്ഷയാ, അങ്ങേക്ക് അറിയാമോ? എന്തിനാ അപ്പോൾ പ്രാർത്ഥിക്കുന്നത്? 8-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം പറയുന്നത്, നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുൻപേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. Then why did you pray? ഓ, ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല പാസ്റ്ററെ. അപ്പൊ ഇതൂടെ ചിന്തിയില്ലേ? ഓൾറെഡി ഗോഡ് നോസ്. ഓ പ്രൈസ് ദി ലോർഡ്. അപ്പൊ പ്രാർത്ഥിക്കണ്ട അല്ലേ? ഇന്ന് എന്നോടുള്ള ദൂതായിരുന്നു. അല്ല, പ്രാർത്ഥിക്കാതിരിക്കാനുള്ള ദൂതല്ലത്. പ്രാർത്ഥിക്കണമെന്നാണ് വേദോസ്തവം പറയുന്നത്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് നമ്മുടെ ഫ്രഷായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കാനല്ല. അതിനല്ല പ്രാർത്ഥിക്കുന്നത്. പിന്നെന്തിനാണ്? ഒന്നാമത്, ഞാൻ പ്രാർത്ഥിക്കുന്നയാളാണെങ്കിൽ ഞാൻ വാക്കും ഭാഷണവും കൂടാതെ കാണിക്കുന്നത് എൻ്റെ എല്ലാ വിഷയങ്ങൾക്കും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന ആളാണ്. നമ്മുടെ ഇടയിൽ ഒരു സഹോദരനെ ഞാൻ കണ്ടു. ആള് വാഹനം ഓടിക്കാൻ വിദഗ്ധനാണ്. ഞാൻ വളരെ സൂക്ഷ്മമായിട്ട് അദ്ദേഹത്തെ ഒബ്സർവ് ചെയ്തു. ഏത് സമയത്തും ഇരുന്നാലും ആദ്യം പറയുന്നത്, പക്ഷെ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. എന്താണ് അതിൻ്റെ അർത്ഥം? ദൈവത്തിന് അറിയത്തില്ലേ എങ്ങോട്ടായി പോകുന്നതെന്ന്? അറിയാം. പിന്നെന്താ ഈ പ്രാർത്ഥിക്കുന്നത്? എൻ്റെ എക്സ്പെർട്ടൈസ് കൊണ്ട് എനിക്ക് ഈ റോഡുകളിലെ ട്രാഫിക് നെഗോഷിയേറ്റ് ചെയ്യാൻ കഴിയില്ലെന്ന് ഈ എക്സ്പെർട്ടായിട്ടുള്ള മനുഷ്യൻ തുറന്നു പറഞ്ഞ് ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവമേ, അങ്ങ് എന്നെ, എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവരെയും ക്ഷേമമായി അങ്ങ് ലക്ഷ്യസ്ഥാനത്ത് കൊണ്ട് എത്തിക്കണമേ. അതിനാണ് പ്രാർത്ഥിക്കുന്നത്. ഒന്നാമത്തെ കാര്യം അതാ. കുടുംബജീവിതമാകട്ടെ, സഭയുടെ കാര്യമാകട്ടെ, എന്നോ ഫണ്ടുണ്ടെങ്കിലും പ്രാർത്ഥിക്കുന്ന സഭയ്ക്ക് വേണ്ടിയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഫണ്ടിലല്ല നമ്മുടെ ആശ്രയം, മിടുക്കന്മാരിലുമല്ല ആശ്രയം. വി ഹാവ് എ ഗോഡ് ഇൻ ഹെവൻ. ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് പ്രാർത്ഥന. ദൈവത്തിൽ ആശ്രയിക്കണം. അപ്പൊ പ്രാർത്ഥിക്കാതിരുന്നാൽ അത് എന്താ? അല്ല, ഞാൻ അങ്ങനൊന്നും ചിന്തിച്ചല്ല പാസ്റ്ററെ. ചിന്തിച്ചതല്ലായിരിക്കാം, പക്ഷേ മിടുക്കിലുള്ള ആശ്രയമാണ്. ആശുപത്രി കേസടന്നേ, ഇപ്പൊ നമുക്ക് ഒറ്റ 5 മിനിറ്റ് കൊണ്ട് അവിടെ ചെല്ലാനുള്ളതേ ഉള്ളൂ. അപ്പൊ എന്താ ആശ്രയം? ആശുപത്രിയിൽ പോകരുതെന്നല്ല ഞാനീ പറഞ്ഞത്. എടാ, അവിടെ ചെന്ന് ഈ രോഗിയെ ഒരു വിദഗ്ധൻ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇത് മനസ്സിലായി, അദ്ദേഹം പ്രിസ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഇഫക്റ്റീവ് ആകണമെങ്കിൽ ആ മനുഷ്യനിലല്ല ആശ്രയം. ദൈവമേ, അങ്ങേക്കത് കൂടാതെ തന്നെ സൗഖ്യമാക്കാൻ കഴിയും. ഇനി അവിടുത്തെ ഹിതം ഞാൻ മെഡിക്കൽ ട്രീറ്റ്മെന്റിലൂടെ പോകേണ്ടതാണെങ്കിൽ, യു ഗിവ് മീ ഗ്രേസ്, യു ഗിവ് മീ ഹീലിംഗ്, വി ട്രസ്റ്റ് ഇൻ ഗോഡ്. സഭയിലെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത് ചടങ്ങല്ല. ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഈ കൈ ഊപ്പുന്നവരെല്ലാം പ്രാർത്ഥിക്കാൻ പോവാന്നു. എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ ഇടുന്നതിൻ്റെ ഉദ്ദേശം പ്രാർത്ഥിക്കാനാണ്. അതെന്തിനാണ്? അവരേതായാലും ആശുപത്രി പോകല്ലേ, അവർക്ക് അതിനുള്ള റീസോഴ്സ് ഇല്ലേ? ഇതെല്ലാം ശരിയാണ്. സൗഖ്യത്തോടെ മടങ്ങി വരുവാൻ, അവർക്കുള്ള ട്രീറ്റ്മെന്റുകൾ ഫലിക്കാൻ, ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വി പ്രേ. അല്ലാതെ ദൈവത്തിന് പുതിയൊരു ഇൻഫർമേഷൻ കൊടുക്കുകയല്ല. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക. ശരിക്കും ദൈവത്തിൻ്റെ ജ്ഞാനത്തിലും ദൈവത്തിൻ്റെ സ്നേഹത്തിലും
ദൈവത്തിൻ്റെ ശക്തിയിലുമുള്ള തികഞ്ഞ വിശ്വാസമാണ് എന്നെയും നിങ്ങളെയും പ്രാർത്ഥിക്കാനായി മുന്നോട്ട് വിടുന്നത്. ഐ ട്രസ്റ്റ് ഗാഡ്. എല്ലാ വഴികളും അടഞ്ഞു. ഇതറിയത്തില്ലേ ദൈവത്തിന് വഴി അടഞ്ഞെന്നുള്ളത്? പക്ഷെ ഞാൻ പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? അടഞ്ഞെടുത്ത് ഒരു വഴി തുറക്കാൻ ദൈവത്തിന് കഴിയും. ഐ പ്രേ, യു ക്യാൻ പ്രേ. ഈ ചർച്ച് ഒരു പ്രേയിങ് ചർച്ചായിട്ട് മാറണം. നമ്മൾ ഓരോരുത്തരും പ്രേയിങ് ആളുകൾ, കുടുംബങ്ങൾ പ്രേയിങ്. അത് കാണിക്കുന്നത് ജീവനുള്ള സർവശക്തനായ ദൈവത്തിൽ നാം ആശ്രയിക്കുന്നു എന്നതാണ്. രണ്ടാമത്, നാം പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനാ സമയത്താണ് ദൈവവുമായിട്ടുള്ള അഭേദ്യമാകുന്ന കൂട്ടായ്മ നമ്മൾ ആചരിക്കുന്നത്. ആത്മനിറവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൻ്റെ സാന്നിധ്യവും, ഞാൻ പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ഞാൻ പറയുന്ന മനസ്സിലാകും, നിങ്ങൾ ഈ വാഗൊണ്ട് ഉദ്ധരിക്കുന്ന വാക്കുകൾ ദൈവം കേൾക്കുന്നുണ്ടെന്ന് നിങ്ങളുടെ അന്തരാത്മാവിൽ നിങ്ങൾക്ക് ബോധ്യമാകുന്നത് പോലെ ആത്മപ്രവൃത്തി നിങ്ങൾക്കുണ്ടാകും. ആ പ്രാർത്ഥന കഴിയുമ്പോൾ നിങ്ങളുടെ അകത്ത് എന്തൊരു സമാധാനമാണല്ലേ. അതെന്താ? എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അല്ലാതെ ഭിത്തിയോട് പറയല്ലിത്. There is a God in heaven. ആ ദൈവം പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങുകയാണ്. നമ്മുടെ അന്തരാത്മാവിൽ അവിടുത്തെ ആത്മാവിനാൽ വെളിപ്പെടുകയാണ്. സജീവ സാന്നിധ്യവും കൂട്ടായ്മയും ഈ പ്രയറിലാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ നിരന്തരം പ്രാർത്ഥിക്കുന്നവർക്ക് എ ഡീപ്പർ ഫെലോഷിപ്പ് വിത്ത് ഗോഡ്. ഓ ഗോഡ്, ചേഞ്ച് അവർ ചർച്ച്. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു സഭയായി മാറണം. നിങ്ങൾ ഓരോ പ്രസംഗം ഇനിയും പ്രസംഗിച്ചില്ലെങ്കിലും become a praying people. പ്രാർത്ഥിക്കുന്നവരാണ് ദൈവത്തിൻ്റെ കരത്തെ ഭൂമിയിൽ ചലിപ്പിക്കുന്നത്. പ്രിയരെ, പ്രാർത്ഥിക്കാത്തവർ ഇന്ന് പകലെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ അത് ഏറ്റു പറഞ്ഞിട്ട് നിങ്ങൾ ആദ്യം വീട്ടിൽ ചെന്ന് നിങ്ങളുടെ പായെടുത്ത് റെഡിയാക്കണം. 40-ൽ പരം വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ വിവാഹിതനാകുന്നത്. അന്ന് ഞാനൊരു പെന്തക്കോസ്റ്റൽ വിശ്വാസിയാണെങ്കിലും ഒരു വലിയ ആത്മീക ഒരു രീതിയൊന്നും എനിക്കില്ല. എനിക്കിന്നും മർമ്മമാണ്. ഞാൻ ആദ്യം ചെയ്തത് അമ്മയുടെ മുറിയിൽ പോയി, അവിടെയായിരുന്നൊരു പാ തുറത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആ പാ എടുത്തുകൊണ്ട് വന്ന് ഞങ്ങളുടെ മുറിയിൽ പാ വിരിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ച് പായയിലിരുന്ന് പ്രാർത്ഥിച്ചു. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ്? ഐ കാൻ ഡു, ഹെൽപ്പ് മീ ഗാഡ്. അതാണ് പ്രയർ. ഇതെല്ലാം അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ടാണോ പ്രാർത്ഥിച്ചത്? അല്ല. എനിക്കറിയത്തില്ല ഞാൻ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തു. കൃപ ദൈവം ഈ 40 വർഷവും പകർന്നു. മൂന്നാമത് നാം പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ ആഗോള വ്യാപകമായി കിടക്കുന്ന ദൈവരാജ്യത്തിൻ്റെ വലിയ പ്രവൃത്തിയിൽ പ്രാർത്ഥിക്കുന്നവന് പങ്കാളിത്തം കൊടുക്കുക. കോയിപ്പുറത്തുള്ള, പത്തനംതിട്ടയിലുള്ള, കേരളത്തിലുള്ള, ഭാരതത്തിലുള്ള ആത്മാക്കളെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഈ രക്ഷണ്യ പ്രവൃത്തിയിൽ ഞാനും ഭാഗവാക്കാകുകയാണ്. ഓ, എന്തവാത്! നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. ചർച്ച് മുന്നോട്ട് പോകുന്നു. ചർച്ചിൽ എനിക്കൊരു റോളുമില്ല, ഒരു റോളും വേണ്ട. യു ക്യാൻ പ്രേ. അപ്പോൾ പ്രാർത്ഥന എനിക്ക് ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാകുവാനുള്ള ഒരു ശ്രേഷ്ഠമേറിയ അവസരമാണ് എനിക്ക് കിട്ടുന്നത്.
എന്താ നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്? എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? പുതിയ ഇൻഫർമേഷൻ കൊടുക്കാനല്ല. സ്തോത്രം. നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ കാര്യത്തിലും ഗോഡ് ഇസ് ഇൻ കൺട്രോൾ, ഗോഡ് ക്യാൻ മൂവ് എന്ന ദൈവത്തിൻ്റെ ബലത്തിൽ നമ്മൾ ആശ്രയിക്കുക. അതിനാണ് പ്രാർത്ഥിക്കുന്നത്. 9-ാം വാക്യത്തിൽ, ഞാൻ ഓരോ വാക്യത്തിലൂടെയും പോകത്തില്ല, എല്ലാം ഒന്ന് വായിച്ചു വിടത്തേ ഉള്ളൂ. 13-ൽ എനിക്ക് നിങ്ങളെ കൊണ്ടുവരണം. പക്ഷെ ആരോട് പ്രാർത്ഥിക്കണമെന്നുള്ളത് 9-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. എൻ്റെ പിതാവല്ല, ഞങ്ങളുടെ പിതാവേ, ബഹുവചനത്തിലാണ്. അപ്പൊ കർത്താവ് ഈ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ ഇത് കർത്താവിൻ്റെ പ്രാർത്ഥനയല്ല. കാരണം 12-ാം വാക്യത്തിലൊക്കെ വരുമ്പോൾ അതൊന്നും കർത്താവിനെ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ഇത് കർത്താവ് ശിഷ്യന്മാർ ഇവണ്ണം പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുകയാണ്. അപ്പൊ ബഹുവചനത്തിൽ ശിഷ്യന്മാരെല്ലാമാണ് ഉൾപ്പെട്ടിരിക്കുന്നത്, അല്ലാതെ യേശു അല്ല. യേശു ശിഷ്യന്മാരെ ഇവണ്ണം പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ്. ഇതൊരു കമ്മ്യൂണിറ്റി പ്രെയറാണ്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. ദൈവത്തിൻ്റെ മുൻപാകെ സഹോദരീ സഹോദരന്മാരെന്ന നിലയിൽ ഐക്യതയിൽ വന്ന് ദൈവാശ്രയത്തിൽ നമ്മുടെ സങ്കടങ്ങളെ നമ്മൾ ദൈവത്തോട് പറയുകയാണ്, ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. നാളെ മുതൽ നടക്കുന്ന ഈ പ്രാർത്ഥനയിൽ ഒരു മനസ്സോടെ വന്ന് ദൈവസഭയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. ഗോഡ് ക്യാൻ മൂവ്, ഗോഡ് വിൽ മൂവ്. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവാണ്. അപ്പൊ ഈ പിതാവ് സ്വർഗസ്ഥനാണ്, സ്വർഗത്തിലാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഭയഭക്തിയോടെ വേണം. ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാം. നമ്മുടെ പ്രെയർ ലൈഫ് മാറണമെങ്കിൽ ഒരനുഭവം എനിക്കുണ്ടായത് ഞാൻ പറയാം. ഞാൻ ഒരിക്കല് വളരെ യാദൃച്ഛ്യമായിട്ട് ഒരു ചടങ്ങിൽ വളരെ യാദൃച്ഛ്യമായിട്ട് ഞാൻ അവിടെ ചെന്നു. ഒരു ചടങ്ങ് നടക്കുകയാണ്. ഒരു ശുശ്രൂഷകൻ പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്യണം. ആ ചടങ്ങാണ്. എന്നെ ആരും വിളിച്ചതല്ല. ഞാൻ അതുവഴി പോയപ്പോൾ ഇങ്ങനൊരു ചടങ്ങ് നടക്കുന്നു കണ്ട് ഞാനവിടെ ചെന്നു. ഞാനവിടെ ഇങ്ങനെ മുന്നേ ഇരിക്കുകയാണ്. അപ്പം ഈ ശുശ്രൂഷകൻ, അദ്ദേഹത്തിൻ്റെ ആത്മീയത ഇന്നത്തെ നിലവാരമൊന്നും എനിക്കറിയത്തില്ല, ഞാൻ സ്പെക്കുലേറ്റ് ചെയ്യാനൊന്നും തയ്യാറല്ല. അന്ന് ഞാൻ കണ്ട കാര്യമാണ്. ഈ മനുഷ്യൻ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വേദപുസ്തകത്തിലൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ഈ മനുഷ്യൻ ചെയ്തത്, ഫാദർ, ഞാൻ അന്തം വിട്ടുപോയി. കാരണം എന്തൊരു ദൈവകൃപ അവിടെ വ്യാപരിച്ചെന്നറിയാം. It was like he knows the Father so personally. ശരിക്കും അങ്ങനെ പേഴ്സണലി അറിയുന്നവർ പ്രാർത്ഥിക്കേണ്ടതല്ലേ? ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? ഞാനത് വിശദീകരിക്കാം. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്ന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദൈവത്തിൻ്റെ പിതൃത്വമെന്ന ബൈബിളിലെ ഒരു വലിയ വെളിപ്പാടിനെ കുറിച്ച് നമ്മൾ അറിയാതെ പോകരുത്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ദൈവം പിതാവാണ് ജനറൽ സെൻസിൽ. അപ്പോസ്തല പ്രവൃത്തി 17:28 നമുക്കത് കാണാൻ കഴിയും. സൃഷ്ടാവെന്ന നിലയിൽ ജനറലായി യെസ്. പക്ഷേ യോഹന്നാൻ 1:12-13 വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലരെ ആത്മീകമായി ദൈവം തമ്പുരാൻ ജനിപ്പിക്കും. അവർക്ക് അവരുടെ ആത്മീക പിതാവാണ് ദൈവം. അവര് പിതാവിൻ്റെ മക്കളുമാണ്. അവരെ കൈക്കൊണ്ട്
അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഈ 12-ാം വാക്യം എല്ലാവരും ചുണയ്ക്ക് പറയും. 13-ാം വാക്യം അറിയാമോ? അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്ര ജനിച്ചത്. സമുദായ പശ്ചാത്തലത്തിൽ നമ്മളായിരുന്നപ്പോൾ ഇത് മനഃപ്പാഠം നമ്മൾ ഇതിന് നേരത്തെ പറഞ്ഞ വാക്യമനുസരിച്ച് ജൽപ്പനം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് അർത്ഥമറിഞ്ഞൊന്ന് പറഞ്ഞേ. ഇവിടെ ഇരിക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവമക്കളോട് ഞാൻ പറയട്ടെ, യു ഹാവ് എ ഫാദർ ഇൻ ഹെവൻ. എത്ര വലിയ കാര്യമാണ്! ഈ സ്വർഗസ്ഥനായ പിതാവ്, എന്നെ ജനിപ്പിച്ചവൻ, ഹി ഈസ് ഓൺ ദ ത്രോൺ. ആ ദൈവം ഉള്ളപ്പോഴാണ് എനിക്ക് ആരും ഇല്ല, എല്ലാവരും എന്നെ. എന്താ ഈ പറയുന്നതിൻ്റെ അർത്ഥമൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താ അതിൻ്റെ അർത്ഥം? അത് പറയുന്നവർ ചിന്തിച്ചു, മൈ ഫാദർ ഈസ് ഓൺ ദ ത്രോൺ. അവിടുത്തേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. എന്നെ ജനിപ്പിച്ചതാണ്. എൻ്റെ ഓരോ ചലനവും അവിടുത്തേക്ക് അറിയാം. എനിക്ക് വേണ്ടിയാണ് അവിടുത്തെ ഏകജാതനായ പുത്രനെ തകർക്കുവാൻ പിതാവിന് ഇഷ്ടം തോന്നിയത്. അവിടുത്തെ ഏകജാതനായ പുത്രനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ എന്നെയും സ്നേഹിക്കുന്നു. Our Father in heaven. അപ്പോൾ പ്രാർത്ഥനയുടെ രഹസ്യം, അതിൻ്റെ താക്കോൽ എന്ന് പറയുന്നത്, പുതിയ ജനനത്തിലൂടെ ദൈവവുമായി അബ്ബ മക്കൾ എന്ന ആ വിലപ്പെട്ട മീനിങ്ഫുൾ ആയിട്ടുള്ള ബന്ധത്തിലേക്ക് വരുന്നതാണ്. ബന്ധമില്ലാത്തവൻ ഇത് ജൽപ്പനമാണ്. ബന്ധമുള്ളവൻ ഇത് പറയുമ്പോൾ അർത്ഥമറിഞ്ഞാണ്. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ്. എന്നോട് ഈ അടുത്തിടെ ഒരു യുവാവ് ചോദിച്ചു, ഒരു പക്ഷെങ്കിൽ അദ്ദേഹം ഓൺലൈനിൽ കേൾക്കുന്നുണ്ടായിരിക്കും, നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? പലരും പലത് പറയുന്നു. അതല്പം ഒന്ന് വിശദീകരിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഞാൻ ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു, പിതാവാം ദൈവത്തോട് പുത്രൻ്റെ നാമത്തിൽ ആത്മാവിൻ്റെ നടത്തിപ്പിലാണ് പ്രാർത്ഥിക്കേണ്ടത്. ആ മറുപടിക്ക് തെറ്റില്ല. കാരണം ഇവിടെ നമ്മൾ കാണുന്നതനുസരിച്ച് ഈ 6:9 ശരിക്കും പ്രൈമറി പാറ്റേൺ അതാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് സംബോധന ചെയ്ത് പ്രാർത്ഥിക്കാൻ. യോഹന്നാൻ 16:23, എഫേസ്യർ 5:20, ഇവിടെ എല്ലാം നമുക്ക് ഇതേ കാര്യം കാണാൻ കഴിയും. പ്രാർത്ഥന പിതാവാം ദൈവത്തോട് പുത്രനിലൂടെ അപേക്ഷിക്കുന്ന പ്രാർത്ഥനകൾ. പുത്രനായ ദൈവത്തോടും ഇവിടെയില്ല, പരിശുദ്ധാത്മാവാം ദൈവത്തോടും പ്രാർത്ഥിക്കാനുള്ള രേഖ ഈ വാക്യങ്ങളിലില്ല. എല്ലാം പ്രേയർ പിതാവാം ദൈവത്തോട് പുത്രനിലൂടെ. സ്തോത്രം. എന്നിരുന്നാലും അത്തരം പ്രാർത്ഥനകളുടെ എണ്ണം മാത്രം നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ലേ? എൻ്റെ കർത്താവേ, തെറ്റിയോ? ചിന്തിക്കുക. യേശുപ്പാ, തെറ്റിയോ?
ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കും. തെറ്റിയോ? പുതിയ നിയമത്തിലെ പല പ്രാർത്ഥനകളും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവിടുന്ന് തീർച്ചയായിട്ടും പിതാവാം ദൈവത്തോടാണ് പ്രാർത്ഥിച്ചത്. കാരണം അവിടുന്ന് അവിടുത്തെയോട് തന്നെ പ്രാർത്ഥിക്കത്തില്ലല്ലോ. ഒബ്വിയസ് അല്ലേ that he prayed to his father in heaven. പഴയ നിയമം നമ്മൾ പരിശോധിച്ചാൽ പഴയ നിയമത്തിൽ ത്രിയേക ദൈവത്തിൻ്റെ വെളിപ്പാടുണ്ടെങ്കിലും ഈ ത്രിയേക ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ പൂർണ്ണമായി വെളിപ്പെടുന്നത് പുതിയ നിയമത്തിലാണ്. പഴയ നിയമത്തിൽ അതിൻ്റെ ആരംഭഘട്ടം, സൂചനകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പം പഴയ നിയമത്തിൽ നമ്മൾ എടുത്താലും പുത്രനായ ദൈവത്തോട്, പരിശുദ്ധാത്മാവാം ദൈവത്തോടൊക്കെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കടന്നു വരുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ നമുക്കങ്ങനെ കാണാൻ കഴിയുകയില്ല. പഴയ നിയമത്തിൽ എവിടെയും നിങ്ങൾ കണ്ടിട്ടുണ്ടോ യേശുവിനോട് പ്രാർത്ഥിക്കുന്നത്? ഇല്ല. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നതായിട്ട് ഇല്ല. എന്നാൽ എൻ്റെ വിശ്വാസം പറയാം, യേശുവിനോട് പ്രാർത്ഥിക്കുന്നത് തെറ്റല്ല. ചിലർക്ക് അയ്യോ വെറുതെ ഞാൻ പറഞ്ഞാൽ പോരാ. കാര്യം എന്താ? അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 24-ാം വാക്യത്തിൽ, സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവേ, തൻ്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂദ ഒഴിഞ്ഞു പോയ ഈ ശുശ്രൂഷയുടെയും അപ്പോസ്തോലത്വത്തിൻ്റെയും സ്ഥാനം ലഭിക്കേണ്ടതിന് ഈ ഇരുവരിൽ ഏവനെ നീ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ച് അവരുടെ പേർക്ക് ചീട്ടിട്ടു. മത്തയാസിനെ തിരഞ്ഞെടുക്കുന്ന ആ രംഗമാണ്. അപ്പം ഇവരാരോടാ പ്രാർത്ഥിച്ചത്? അതാ ഞാൻ പറഞ്ഞത്, കർത്താവ് ആണല്ലോ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്. അതേ കാര്യമല്ലേ, ഈ ഇരുവരിൽ ഏവനെ നീ തിരഞ്ഞെടുക്കുന്നു എന്ന് കാണിച്ചു തരണമേ. എന്ന് പ്രാർത്ഥിച്ച് അവരുടെ പേർക്ക് ചീട്ടിട്ടു. അപ്പോൾ ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ പ്രൈമറിയായി ടു ദ ഫാദർ ഇൻ ജീസസ് നെയിം ത്രൂ ദ ഹോളി സ്പിരിറ്റ് ലീഡിങ്. പക്ഷെ കർത്താവിനോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നത് ഒരു തെറ്റാണെന്ന് ശടിക്കാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും ശടിക്കുന്നുണ്ടെങ്കിൽ വചനവിരുദ്ധമാണ്. വേറെ വാക്യങ്ങളുണ്ട്. നിങ്ങൾ നോക്കിയ സ്തേഫാനോസ് മരിക്കുന്ന സമയത്ത് അപ്പോസ്തലപ്രവൃത്തി 7-ന്റെ 59-ാം വാക്യം, കർത്താവായ യേശുവേ, അതിക്കുള്ള തെളിവ് എന്താ വേണ്ടത്? എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തേഫാനോസ് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. സ്തോത്രം. ഇതൊക്കെ ആവശ്യമാണ് ഭാഷ, ഈ ഞായറാഴ്ചയൊക്കെ. പിന്നെ അല്ലാതെ എപ്പോഴാണ് പറയേണ്ടത്? മാത്രമല്ല, ഇതിനെക്കുറിച്ച് ദൈവവചനത്തിലൂടെ കൃത്യമായി നമ്മുടെ ഉള്ള് റെഡിയാകണം. നാം മുട്ടുമടക്കുമ്പോൾ വചന അടിസ്ഥാനത്തിൽ യു മസ്റ്റ് ബി കോൺഫിഡൻറ്റ് ഇൻ പ്രയർ. കർത്താവേ, നോ പ്രോബ്ലം. വെളിപ്പാട് പുസ്തകം 22-20 ഇത് സാക്ഷീകരിക്കുന്നവൻ അതെ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ കർത്താവായ യേശുവേ. അപ്പൊ പ്രാർത്ഥനയല്ലേ അത്? അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിച്ചിട്ടുണ്ടോ കർത്താവിനോട്? ഒരിക്കൽ അദ്ദേഹത്തിന് ഒരു ചെറിയ പ്രശ്നമുണ്ടായി, ശാരീരിക പ്രശ്നമുണ്ടായി. 3 വട്ടം ആരോടാ പ്രാർത്ഥിച്ചത്?
2 കൊരിന്ത്യർ 12:8. അതെന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. സ്തോത്രം. പിന്നെ ഒരുപാട് വാക്യമുണ്ട് കേട്ടോ, വേറെ വാക്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 15-16 ഈ വാക്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ വാസ്തവത്തിൽ കർത്താവിൻ്റെ ആ മഹാപുരോഹിത ശുശ്രൂഷ, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിന് കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുത്ത് ചെല്ലുക. അവിടെ നമുക്ക് മറുപടി ഉണ്ടാകും. അതുകൊണ്ട് ധാരാളം വചനങ്ങളുണ്ട്. പിതാവാം ദൈവത്തോട് മാത്രമല്ല, എന്നാൽ പിന്നെയും ഞാൻ പറയുന്നു, പ്രൈമറി ആയിട്ടുള്ള രീതി അത് തന്നെയാണ്. അങ്ങനെ ഇപ്പോൾ ഒരാൾ പറഞ്ഞു, ഇപ്പം ഞാൻ പറഞ്ഞൊരു മറുപടി ഇതാണ്, പ്രേ ടു ദ ഫാദർ. ഇറ്റ് ഈസ് നോട്ട് റോങ്. ബട്ട് വാട്ട് ഇഫ് സംബഡി പ്രേ ടു ദ സൺ? ജീസസ് ഈസ് ഗോഡ്. അതിന് ബൈബിൾ ആധാരമുണ്ട്. എന്നാലും ഫസ്റ്റ് പ്രിഫറൻസ് മറ്റേതാണ്. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ തെറ്റല്ല. സ്തോത്രം. കാരണം പ്രൈമറി ഇമ്പോർട്ടൻസ് അതിനാണെന്ന് പറയാൻ കാരണം കർത്താവ് പഠിപ്പിച്ചത് അങ്ങനെയല്ലേ. എന്നാൽ ഇങ്ങനെയും പുത്രനായ ദൈവത്തോടും പ്രാർത്ഥിക്കാൻ കഴിയും. രണ്ടും കറക്റ്റാണ്. എന്നാൽ പ്രൈമറിലി വി പ്രേ ടു ദ ഫാദർ. അടുത്ത പ്രശ്നം, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാമോ? പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്ന രേഖകൾ ഇല്ല. അങ്ങനെയൊരു വാക്യമൊന്നുമില്ല. എന്നാൽ ചില അപൂർവമായുള്ള ആത്മാവിൻ്റെ ശുശ്രൂഷകളോടുള്ള ബന്ധത്തിൽ ദൈവാത്മാവെ തൊടണമേ ആ വ്യക്തിയെ, തെറ്റി അങ്ങനല്ലായിരുന്നു പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറയാൻ പോകാതെ അതിനകത്തൊരു തെറ്റുമില്ലെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഹോളി സ്പിരിറ്റ് ദൈവമാണ്. അപ്പം അവിടുത്തെ ചില ഇപ്പം ഗിഫ്റ്റിംഗ് ഏരിയാസ്, ശുശ്രൂഷകളോടുള്ള ബന്ധത്തിൽ പേഴ്സണലായി പരിശുദ്ധാത്മാവ് നമ്മളെ ശുശ്രൂഷിക്കുന്നു, സാന്നിധ്യം അനുഭവിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ് എന്ന് ചിന്തിക്കരുത്. We believe in the triune God, Father, Son, and the Holy Spirit. 3 persons of the Godhead, co-equal, co-eternal. പക്ഷേ ഇതൊരു സാധാരണ കാര്യമല്ല. ഞാൻ നിങ്ങളെ ആ കാര്യം ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, പ്രൈസ് ദി ലോർഡ്, പാസ്റ്റർ പഠിപ്പിച്ചിരിക്കുക, ഇനി നമുക്ക് പിതാവില്ല പുത്രനില്ല, നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. അങ്ങനെയല്ല പറഞ്ഞത്. അങ്ങനെയുള്ള രേഖകളില്ല. പിതാവിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. യേശുവിനോട് പ്രാർത്ഥിക്കുന്നത് തെറ്റല്ല. അതിന് ബൈബിൾ തെളിവുണ്ട്. ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളോടുള്ള ബന്ധത്തിൽ ആത്മാവിനോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ തെറ്റല്ല. പക്ഷെ അതല്ല പ്രൈമറി പ്രാക്ടീസ്. അത് നമ്മൾ മെച്യൂരിറ്റിയിൽ ഞാൻ ഈ പറയുന്ന കാര്യം മനസ്സിലാക്കണം. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഹോമായോ ഫുൾ ഷോപ്പ് പിന്നെ അതിൻ്റെ പുറകെ നടക്കേണ്ടി വരും. ഒരു ഭക്തൻ എഴുതിയത് ഞാൻ അതുപോലെ വായിക്കാൻ പോവുക. There is nothing that would forbid such prayer. For the Holy Spirit, like the Father and the Son, is fully God and is worthy of prayer and is powerful to answer our prayers. അപ്പം ഇതാരെഴുതിയെന്നല്ലേ? അറിയപ്പെട്ട ഒരു തിയോളജൻ എഴുതിയതാ. അതെന്തിനാ പാസ്റ്റർ അങ്ങനെ പറഞ്ഞത്?
നമുക്ക് വലിയ ഇതില്ലാത്തതുകൊണ്ട് അയാൾ അങ്ങനെയൊക്കെ പറയും. അങ്ങനെ പറഞ്ഞതല്ല. കാര്യകാരണ സഹിതമാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പുതിയ നിയമത്തിൻ്റെ ഒരു പാറ്റേൺ അല്ലിത്. ഇത് ഞാൻ ഇപ്പോൾ പറഞ്ഞ പരിശുദ്ധാത്മാവിനുള്ള ബന്ധത്തിൽ പ്രബലമായ ഊന്നൽ നമ്മൾ അതിനല്ല കൊടുക്കേണ്ടത്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ പിതാവിനോട് പുത്രൻ നാമത്തിൽ പ്രാർത്ഥിക്കണം. പക്ഷെ നമ്മൾ ഒരു ദിവസം കർത്താവേ അവിടുന്ന് സഹായിക്കണമെന്ന്, തെറ്റല്ലത്, ബൈബിൾ ആധാരമുണ്ട്. ഒരു ദൈവകൃപമായി വ്യാപരിച്ചു, ദൈവാത്മാവേ താങ്ക് യു, ഉടനെ തെറ്റി. അങ്ങനെ ആകരുത്. ഹോളി സ്പിരിറ്റ് ഈസ് ഗോഡ്. ഇന്ന് കർത്താവിൻ്റെ പ്രസൻസ് നമുക്ക് റിയൽ ആക്കുന്നത് ഹോളി സ്പിരിറ്റാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇങ്ങനെ ഞാൻ പോയപ്പോൾ ഒത്തിരി സമയമായി. ഇനിയും 13-ാം വാക്യത്തിലേക്ക് നമുക്ക് വരാം. 9-ന്റെ 2-ാം ഭാഗം മുതൽ 13 വരെ. അപ്പോൾ നമുക്കൊന്ന് വായിച്ചത് പോവാം. ശരിക്കും ഒരു 6 റിക്വസ്റ്റുകളാണ്. അതുപോലെ നമുക്ക് 2ആയിട്ട് തിരിക്കാം. ശരിക്കും കർത്തൃ പ്രാർത്ഥന എന്നറിയപ്പെടുന്ന ശിഷ്യന്മാർ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എ പാർട്ട്, ബി പാർട്ടായിട്ട് ചിന്തിക്കാം. ആദ്യത്തെ 3 റിക്വസ്റ്റുകൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ, 2-ാം ഭാഗത്തിലെ 3 റിക്വസ്റ്റുകൾ മനുഷ്യനോടുള്ള ബന്ധത്തിൽ. അവിടെ തന്നെ നമുക്കൊരു ദൂതുണ്ട് കേട്ടോ. നമ്മളങ്ങോട്ട് വായയിൽ ഇരിക്കുന്നതിന് മുമ്പ് നമ്മുടെ കാര്യമില്ലയോ അങ്ങോട്ട്, അല്ലേ? അത് തരണം, ഇത് തരണം. അത് ഞാൻ എത്ര പറഞ്ഞിട്ടും നമ്മുടെ ഇടയിൽ ആളുകൾക്ക് മനസ്സിലായില്ല. അവർ പിന്നെയും പഴയതുപോലെ തന്നെ. ഇത് കർത്താവ് പഠിപ്പിച്ചതാണ്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, ആത്മാവിലുള്ള പ്രാർത്ഥന ഇങ്ങനെയല്ലേ? ഇത് ആത്മാവിനാൽ എഴുതിയതല്ലേ? അതോ ജീസസ് പറഞ്ഞപ്പോൾ ആത്മാവിലല്ലായിരുന്നോ? He is full of the Holy Spirit and he has taught us to pray like this. Pray like this. This is the format. This is the pattern. പ്രത്യേകിച്ച് പിതാവാം ദൈവവുമായി ബന്ധമുള്ള ദൈവത്തിൻ്റെ മക്കളുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് അവിടുത്തെ നാമം സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. നമ്മുടെ വ്യക്തിപരമായ കാര്യമല്ല. വ്യക്തിപരമായ കാര്യങ്ങൾക്ക് സ്ഥാനമുണ്ടത് 2ാമതാണ്. എന്താണ് ആദ്യത്തെ പ്രെയർ റിക്വസ്റ്റ്? ഇതൊക്കെ പിന്നീട് ഒരു അവസരത്തിൽ നമുക്ക് ഡീപ്പറായിട്ട് ചിന്തിക്കാം. അവിടുത്തെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിങ്ങളുടെ മലയാളം വേർഷനിൽ നിന്റെ നാമം എന്നായിരിക്കും അല്ലേ? ഒരു പുതിയ തർജ്ജിമ ഇപ്പം മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അതിൻ്റെ പ്രീ പബ്ലിഷിംഗ് കോപ്പി ഒരു ദൈവദാസൻ എനിക്ക് അതിൻ്റെ ന്യൂ ടെസ്റ്റമെൻ്റ് ഒരു കോപ്പി തരാനിടയായി തീർന്നു. അതെനിക്ക് വളരെ സന്തോഷമായിട്ട് തോന്നി. അവിടുത്തെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. 2ാമത്തെ റിക്വസ്റ്റ് 10-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം, അവിടുത്തെ രാജ്യം വരണമേ. 3ാമത്തെ റിക്വസ്റ്റ് 10-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം, അവിടുത്തെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. 4ാമത്തെ റിക്വസ്റ്റാണ് നമ്മളോടുള്ള ബന്ധത്തിൽ, ഞങ്ങൾക്കാവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. 12-ാം വാക്യം 5ാമത്തെ റിക്വസ്റ്റ്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. എന്നിട്ട് നമ്മുടെ വിഷയം 6ാമത്തെ റിക്വസ്റ്റ് 13-ാം വാക്യം, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. അപ്പോൾ നമുക്ക് അതൊന്ന് ചിന്തിക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ. പണ്ടൊരു ഉപദേശം പറഞ്ഞ് ഇനി ഞാൻ ആഴങ്ങളിലേക്ക് ഇറങ്ങുമെന്ന്. ആരാണ്ട് സദസ്സിൽ എന്ന് പറഞ്ഞ് എത്ര ആഴത്തിൽ പോയാലും 1 മണിക്ക് മുമ്പ് കയറിക്കണോ? Praise the Lord. ഈ വാക്യം, ഈ റിക്വസ്റ്റ് ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ് ശിഷ്യന്മാരെ കുറിച്ചുള്ള ദൈവഹിതം. അപ്പൊ ഇതിനകത്തൊന്ന് വളരെ ക്ലിയർ അല്ലേ? ജീസസ് നമുക്കൊരു മുന്നറിയിപ്പ് തരികയാണ്. ശിഷ്യന്മാർ ശത്രുവായ പിശാചുമായി
ഒരു ആത്മീക യുദ്ധം ഈ ലോകത്തിൽ ഉണ്ട്. ക്ലിയർ അല്ലേ? We are in a battleground. പോരാട്ടം ഉണ്ട്. അല്ലേ പിന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കണ്ടായിരുന്നു? കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം 6-ാം അധ്യായത്തിൽ ഇത് പറയുമ്പോൾ 4-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ അവിടുന്ന് ശത്രുവിനെ നേരിട്ട് തോൽപ്പിച്ചതാണ് മരുഭൂമിയിൽ, വിൽഡർനെസ്സിൽ. അവിടുത്തേക്ക് ശത്രുവിൻ്റെ ശക്തിയെക്കുറിച്ച് നന്നായി അറിയാം. നമ്മളും വിവിധ ഘട്ടങ്ങളിൽ ഇവന്റെ പോരുകളെ നമുക്ക് നേരെ അഴിച്ചു വിടുമ്പോൾ പ്രാർത്ഥിക്കാതെ സർവൈവ് ചെയ്യാൻ ഒക്കത്തില്ല എന്ന് അറിഞ്ഞ് കർത്താവ് പറയാണ്, Pray. എല്ലാവരും ഓർത്തോണം ഇത്. മാതാപിതാക്കൾ ഇത് ഓർത്തോണം, ദൈവസഭയിലുള്ള എല്ലാവരും ഓർത്തോണം, വ്യക്തിപരമായി ഓർത്തോണം. We need to pray. ആത്മീക യുദ്ധത്തിലെ ആത്മീക ആയുധമാണ് പ്രാർത്ഥന. അല്ലാതെ നമുക്ക് വടിവാളും വാക്കത്തിയും കൊച്ചു വിജാത്തിയും ഒന്നുമല്ല ഈ പോരാട്ടത്തിൽ. ഇത് ആത്മീക പോരാ. നമ്മുടെ പോരിന്റെ ആയുധം ജഡികമല്ല. കോട്ടകളെ ഇടിപ്പാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ശക്തിയുള്ളതാണ്. പ്രേയർ കുടുംബത്തിൽ നിന്ന് പോയോ പണി കിട്ടി. പ്രേയർ ചർച്ചയിൽ നിന്ന് പോയോ വിഷയമാ. We must pray. വ്യക്തിപരമായി പ്രാർത്ഥിക്കണം. സഭയായി കടന്നു വന്ന കോർപ്പറേറ്റ് ആയിട്ട് we must pray. അതിലെ ഒരു പ്രേയർ റിക്വസ്റ്റ് ആണ് കർത്താവ് വാൺ ചെയ്യാണ്, you have to face the forces of darkness. അപ്പൊ കർത്താവിന് വളരെ നല്ലതായിട്ട് ഈ ആത്മീക പോരാട്ടത്തിൻ്റെ തലങ്ങളെക്കുറിച്ചും ആഴങ്ങളെക്കുറിച്ചും അവിടുത്തേക്ക് നന്നായി അറിയാം. അവിടുന്ന് ഈ പരീക്ഷണ ഘട്ടത്തിലൂടെ കടന്നുപോയി ജയിച്ചതാണ്. അവിടുത്തെ പിന്നാലെ വരുന്ന ശിഷ്യന്മാരും ഇതെല്ലാം അനുഭവിക്കണമെന്ന് നന്നായി മനസ്സിലാക്കി കർത്താവ് നേരത്തെ പറയാണ്, Pray. ഇൻഫാക്ട് അവിടുന്ന് 40 ദിവസം he was in fasting and prayer. ഗെത്സമന തോട്ടത്തിൽ ഏറ്റവും അവസാനത്തെ ടെംപ്റ്റേഷനിലും he is in prayer. ജീസസിന്റെ ലൈഫ് മുഴുവൻ നോക്ക്, prayer. ഒന്നും തോന്നല്ലേ പാസ്റ്റർ, ഞാൻ ഭയങ്കര ബിസിയാണ്, പ്രാർത്ഥിക്കാൻ പോലും നേരമില്ല. പണി കിട്ടിയത് തന്നെ. സ്വതന്ത്രം. അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ, we feel we are smart. I'll tell you, ആദം മുതൽ മനുഷ്യനെ കാണുന്ന ഒരു എതിരാളിയോടാണ് നമ്മൾ നേരിടുന്നത്. നമ്മുടെ ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ ഒന്നും നടക്കത്തില്ല. We have become very foolish by not praying. കേട്ടോ, മനസ്സിലായിക്കോണോ അത്? എന്താ എൻ്റെ കുടുംബത്തിൻ്റെ പരാജയം, എന്താ എൻ്റെ പരാജയം? സിമ്പിളല്ലേ കാര്യം? Just become a praying people. കണക്ഷൻ ദൈവവുമായിട്ടുണ്ട്, നേരമില്ല എനിക്ക്. എല്ലാം അക്കാഡമിക്കലായിട്ട് അറിയാം. ദൈവം എൻ്റെ ഫാദറാണ്, ദൈവത്തിനെല്ലാം ചെയ്യാൻ കഴിയില്ല. ഈ ദൈവസന്നിധിയിൽ ഇരിക്കുമോ? അതാ ഭാഷ പറഞ്ഞത്. നാളെയാന്ന് എനിക്ക് എയർപോർട്ടിൽ പോകണം, മറ്റന്നാളിലാണ് എനിക്ക് വേറൊരു വിഷയമുണ്ട്, പിന്നെ അതിൻ്റെ അടുത്ത ദിവസം ഡോക്ടറുമായിട്ട് അപ്പോയിൻമെൻറ്റ്, പിന്നെ അതിൻ്റെ അടുത്ത ദിവസം എന്തോ പറയാൻ നീറുന്ന 101 പ്രശ്നമാണ്. അത് 101-ൽ നിർത്തണ്ട, അടുത്തോടെ എഴുതിക്കും. പ്രാർത്ഥനയാണ് രഹസ്യം. പ്രേയർ. പ്രാർത്ഥന ടൈം വേസ്റ്റ് അല്ല കേട്ടോ. ചെല്ലങ്ങനെ എന്താ വന്ന ഈ അമ്മ എപ്പോഴും നാ മുറിക്കകത്തിരുന്നോണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന കാണാം. അപ്പോഴത്തേക്ക് നമ്മുടെ ആ കൊച്ചു മിടുക്കൻ ചോദിച്ചപ്പോൾ എനിക്ക് ഫീലിംഗ് ആയി. അയ്യോ, അവനിതിനെ വല്ലതും അറിയാമോ?
നിന്റെ ചൂടാറിപ്പോകരുത്, നീ പിന്നെയും പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പല മാതാപിതാക്കൾ പ്രാർത്ഥിച്ചത് കൊണ്ടാ നമ്മൾ പലരും ഈ കസേര നേരെ ചൊവ്വനെ ഇരിക്കുന്നത്. എനിക്ക് എൻ്റെ കാര്യം അറിയാം കേട്ടോ. പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനും അമ്മ എനിക്കുണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെയൊക്കെ പ്രാർത്ഥന എൻ്റെ മുന്നിലുണ്ട്. നമ്മുടെ ഘട്ടം വന്നപ്പോൾ എന്താണ്? കാറിന് കാറ്, എല്ലാം ഉണ്ട്. വീടിന് വീട്, മിക്സിക്ക് മിക്സി, മോട്ടറിന് മോട്ടർ, എല്ലാം ഉണ്ട്. പിന്നെ എന്തോന്നിനാ ഈ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിച്ചില്ലെങ്കിൽ പണി പാടും. അതുകൊണ്ട് കർത്താവിന് ഈ വിഷയം അടിയന്തരമായി സഭയോട് സംസാരിക്കാനുണ്ട്, നമ്മളോട് സംസാരിക്കാനുണ്ട്. എന്തെല്ലാം വിഷയമുണ്ട് ബൈബിളിലല്ലേ? ഞാൻ എന്തിനാ ഇത് മാത്രം? എൻ്റെ പ്രാർത്ഥനയിൽ എനിക്ക് ഇതാ പ്രകാശനം കിട്ടിയത്. We have to pray. കർത്താവ് പറയുന്നത് എല്ലാ ദിവസവും പിതാവാം ദൈവത്തിൻ്റെ ശാക്തീകരണത്തിൽ നമ്മൾ അഭയം തേടണം, അല്ലെങ്കിൽ വിടുതലില്ല. ഞാൻ ഈ കാര്യമായിട്ട് ഒത്തിരി സ്ട്രഗിൾ ചെയ്തു. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമെന്ന റിക്വസ്റ്റ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ചിന്ത, പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കൽ നിന്ന് വിടുവിക്കണം. അപ്പോൾ പിന്നെ മത്തായിയുടെ സുവിശേഷം 4:1 മുതലും ലൂക്കോസ് 4:1 മുതലും ആത്മാവ് കർത്താവിനെ പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് മരുഭൂമിയിലേക്ക് നടത്തി. ഇത് രണ്ടും കൂടെ എങ്ങനെ? ദ സ്പിരിറ്റ് ലെഡ് ജീസസ് എന്ന് എഴുതിയിരിക്കുന്നു. ഇവിടെ എഴുതിയിരിക്കുന്നു ലീഡ് us not into it. I was wrestling. അതെങ്ങനെ ഇത് രണ്ടും കൂടെ ഒത്തുപോകുന്നത്? സ്തോത്രം. അപ്പം ഞാൻ ഇതിനകത്ത് മനസ്സിലാക്കിയത് പറയാം. ഒരു സിമ്പിൾ തർജിമ ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും വായിക്കാം. And don't let us yield to temptation, but deliver us from the evil one. അതിൻ്റെ അതേ തർജ്ജിമ ഞാൻ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തത്, പ്രലോഭനത്തിന് ഞങ്ങൾ വഴങ്ങരുത്, ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. അപ്പം നമ്മളെ ലീഡ് us not into temptation എന്ന് പറയുമ്പോൾ പ്രലോഭനങ്ങൾ വരാതെ ഞങ്ങളെ സൂക്ഷിക്കണമേ എന്ന അർത്ഥമല്ല. പ്രലോഭനങ്ങൾ വരുമ്പോൾ കീഴ്പ്പെട്ടു പോകാതെ അതിനെ അതിജീവിക്കാനുള്ള കൃപ തരണമേ. പ്രൈസ് ദി ലോർഡ്. പ്രലോഭനത്തിന്റെ ശക്തിയിൽ ഞാൻ ഒതുങ്ങരുത്, അങ്ങനെ ഞാൻ തളർന്നു പോകരുത്, അതിൻ്റെ ഉള്ളിൽ പിടിക്കപ്പെട്ടു പോകരുത് എന്ന അർത്ഥമാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ടെംപ്റ്റേഷൻസ്, പ്രലോഭനങ്ങൾ ഒരിക്കലും എനിക്ക് വരരുതേ. പ്രലോഭനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. ഇതിനോടൊക്കെ ഇവിടെ ഇരിക്കുന്നവരും പ്രസംഗിക്കുന്ന ഞാനൊക്കെ എത്രയോ നമ്മൾ പ്രലോഭനത്തിലൂടെ കടന്നുപോയി. ചില സമയത്ത് ദൈവം ടെസ്റ്റുകളൊക്കെ അനുവദിച്ചു എന്ന് വരാം. അപ്പൊ ശ്രദ്ധിക്കണം, ദോഷങ്ങളാൽ ദൈവം പരീക്ഷിക്കത്തില്ല. പക്ഷെ ഈ വാക്യം പറയുന്നത് കേട്ടോ, ദുഷ്ടങ്കൽ നിന്ന്. അവ ദുഷ്ടനാണ് ടെംപ്റ്റ് ചെയ്യുന്നത്, ദൈവം അറിയാതെയല്ല. ദൈവം അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ ദൈവമല്ല അതിൻ്റെ സോഴ്സ്. God cannot tempt us with evil. അവിടുന്ന് പരീക്ഷിക്കപ്പെടുന്നില്ല, അവിടുന്ന് നമ്മളെ പരീക്ഷിക്കുന്നുമില്ല. സാത്താനാണ് പരീക്ഷിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അങ്ങനെ പരീക്ഷകൾ വരുമ്പോൾ നമ്മുടെ മേൽ ഈ പരീക്ഷകൾ വാഴാതെ, നമ്മയും നമ്മുടെ തലമുറകളെയും നമ്മുടെ കുടുംബത്തെയും തകർത്ത് കളയാതെ പ്രാർത്ഥിക്കണം.
പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സമ്മതിക്കുകയാണ്, എനിക്ക് കഴിവില്ല, ഈ പ്രലോഭനത്തെ കൈകാര്യം ചെയ്യാനുള്ള കരുത്തോ ബുദ്ധിയോ എനിക്കില്ല, അങ്ങയ്ക്കുണ്ട് ദൈവമേ, അവിടുന്ന് എൻ്റെ പിതാവാണ്, യു ഹാൻഡിൽ ദാറ്റ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. സ്തോത്രം. അതുകൊണ്ട് പ്രാർത്ഥന ഈ നിഗളത്തിന് വിരോധമായി നിൽക്കുകയാണ്. നിഗളികൾ പ്രാർത്ഥിക്കത്തില്ല. അവർ നിഗളിയാണെന്ന് അവർ സ്വന്തം പറയത്തില്ല, പക്ഷെ പ്രാർത്ഥിക്കാത്തവൻ നിഗളിയാണ്, അറോഗൻ്റാണ്. എന്തോ അവർക്കൊരു ഫോൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി ഉണ്ട്, എല്ലാം തികഞ്ഞവരായിട്ടൊക്കെ തോന്നും. ഇല്ല, നമുക്ക് കൈകാര്യം ചെയ്യാനൊക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ ഞാൻ വളരെ താഴ്മയോടെ ദൈവസ്നേഹത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, പ്രയർ ആണ് മെയിൻ. പ്രയർ ആണ് മെയിൻ. നിങ്ങൾ മുട്ടുമടക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രലോഭനങ്ങളിൽ നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും ദൈവസഭയെ അത് അതിജീവിച്ച് വിക്ടോറിയസ് ആക്കുവാൻ അവിടുത്തെ ശാക്തീകരണം നമുക്ക് ആവശ്യമാണ്. ഗെത്സമനയിലൊക്കെ ഉണ്ടല്ലോ, പ്രാർത്ഥിക്കുന്നവനെ ജയിക്കത്തുള്ളൂ. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം. ആൻഡ് ഹി വെന്റ് ത്രൂ ദാറ്റ്. ഇറ്റ് വാസ് ദ വിൽ ഓഫ് ഗോഡ്. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവസന്നിധിയിലെ ഒരു അപേക്ഷയാണ്. നമ്മളെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ കഴിയത്തില്ല. ദൈവമേ, അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ, അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കണമേ. വിവിധ തരത്തിലുള്ള പ്രലോഭനങ്ങൾ വരുന്നു, കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങൾ ഞങ്ങളുടെ ആ ബലഹീനത ഏറ്റുപറയുന്നു എന്ന് പറഞ്ഞ് ശിഷ്യന്മാരായ നമ്മൾ ദൈവത്തിൻ്റെ കരത്തിൽ നമ്മളെ ഏൽപ്പിക്കുകയാണ്. മാത്രമല്ല, ശ്രദ്ധിച്ച് കേൾക്കണം ആ വാക്യം, ഒന്നുറക്കെ വായിച്ചു. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ. പരീക്ഷയിൽ കടത്താതെ, ഞാൻ അതിൻ്റെ അർത്ഥം പറഞ്ഞു. പരീക്ഷ ഒരിക്കലും വരരുതെന്ന അർത്ഥത്തിലല്ല. പരീക്ഷയിൽ ഞാൻ ജയിക്കണം. പരീക്ഷയുടെ സ്വാധീനം എന്നെയോ എൻ്റെ കുടുംബത്തെയോ സഭയോ പിടിച്ച് ഒതുക്കി തകർക്കരുത്. ദൈവത്തിൻ്റെ ശാക്തീകരണത്തിനുള്ള അപേക്ഷയാണ്. ഒന്നുകൂടെ ബീന വായിക്കാം. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന്. അപ്പൊ ദുഷ്ടനാണ്, അത് ഈവിൾ എന്നുണ്ട് ചില തർജ്ജിമയിൽ. ഈവിൾ വൺ എന്നുള്ളതാണ് കറക്റ്റ് അതിൻ്റെ തർജ്ജിമ. സാത്താനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. ഈ പരീക്ഷകൾ ശത്രുവായ പിശാചാണ് കൊണ്ടുവരുന്നത്. പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങളെ വിടുവിക്കണമെന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുന്ന ആളുടെ മനസ്സിലിരിക്കുന്ന എന്താണെന്നറിയോ? കർത്താവേ, എനിക്ക് പാപം ഇഷ്ടമല്ല, ഞാൻ പാപത്തെ വെറുക്കുന്നു, പ്രലോഭനം ഭയങ്കര കട്ടിയാണ്, പാപം ചെയ്യാൻ അനുവദിക്കല് കർത്താവേ. പാപത്തെ വെറുക്കുന്ന ഒരു ശിഷ്യന്റെ ആത്മാർത്ഥമായുള്ള അപേക്ഷയാണത്. അങ്ങനെയുള്ളവരാണ് ജയിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ 5 മിനിറ്റ് കൊണ്ട് ഇതങ്ങ് പറഞ്ഞു തീർക്കാം. എന്തുവാണ് ഈ പരീക്ഷ? അപ്പം ഇത് വിശാല അർത്ഥത്തിൽ ചിന്തിക്കണം. ശത്രുവിൻ്റെ പരീക്ഷകളെക്കുറിച്ച് ബൈബിൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതങ്ങ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം മുതലേ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വളരെ അടുത്താണ് ലൂക്കോസ് 4-ലൊക്കെ 3 പ്രധാനപ്പെട്ട പരീക്ഷകൾ. ലൂക്കോസ് 4-ലും മത്തായി 4-ലും യേശു കടന്നുപോയ പരീക്ഷകൾ. അപ്പോൾ അതൊക്കെ നമ്മുടെ ശിഷ്യത്വ പരിശീലന ക്ലാസ്സുകളിൽ നമുക്ക് അതൊക്കെ ചിന്തിക്കാൻ കഴിയും. അങ്ങനെ ബൈബിൾ ഉടനീളം വ്യത്യസ്ത നിലയിൽ ശത്രുവായ പിശാചിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതെല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ ഈ കോണ്ടെക്സ്റ്റിൽ നിന്ന് ഒരു പരീക്ഷ പറയാനാണ് താല്പര്യപ്പെടുന്നത്. അതെനിക്ക് 5-6-7 മിനിറ്റ് കൊണ്ട് തീർക്കാം. സ്തോത്രം.
ചെല്ല അങ്ങനെയൊക്കെ ചെയ്യും. അത്യാവശ്യത്തൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. അത് പോരാ. സ്തോത്രം. ഈ പശ്ചാത്തലത്തിലെ ഒരു പരീക്ഷണം നിങ്ങൾ നോക്കിക്കുക. 13-ാം വാക്യം. ഈ 13-ാം വാക്യത്തിന് തൊട്ടു മുൻപിലുള്ള 12-ാം വാക്യം 5-ാമത്തെ പ്രാർത്ഥന റിക്വസ്റ്റാണ്. വായിച്ചേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞാനത് അല്പം വിശദീകരിക്കാം. എന്നാൽ എന്നെ ചിന്തിപ്പിച്ചത് 12 കഴിഞ്ഞ് 13-ാമത്തേലാണ് ദുഷ്ടനിൽ നിന്ന് വിടുവിക്കണമെന്ന്. എന്നിട്ട് 12-ന്റെ വിശദീകരണം 14-15 വാക്യത്തിൽ. 14-15 നോക്കിയേ. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല. ഈ കോണ്ടെക്സ്റ്റിൽ തന്നെ പല കാര്യം പറയാനുണ്ടെങ്കിലും ഇന്ന് നമ്മുടെ ചുരുക്കം സമയം മാത്രമേ ഇനി നമ്മുടെ മുൻപിലുള്ളൂ. സമയം ഇൻഫാക്റ്റ് കഴിഞ്ഞു പോയി. ശത്രുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷ ബിറ്റർനെസ്, ക്ഷമിക്കത്തില്ല. അത് കെണിയാണ്. ആ കയ്പ് ഉള്ളിൽ കൊണ്ട് നടക്കുന്നതുണ്ടല്ലോ, ട്രാപ്ഡാണ്. കാരണം ആ പുള്ളിയുടെ പ്രാർത്ഥന പോലും കേൾക്കരുത്. നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്തതാണ് ഇത്. ഇവിടെ നടന്ന ഒരു വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ദൈവവചനം ധ്യാനിക്കുമ്പോൾ കർത്താവ് തന്ന ഒരു പ്രകാശനമാണ് ഞാൻ പറയുന്നത്. 12-ാം വാക്യം, അതിൻ്റെ വിശദീകരണം 14-15. ഇതിനിടയ്ക്ക് സാൻഡ്വിച്ച് പോലെ 13. നമ്മൾ മാർക്കൻ സാൻഡ്വിച്ച് ഒക്കെ പഠിച്ചിട്ടുണ്ട്. സെയിം കാര്യമാണ്. ശത്രുവിൻ്റെ പരീക്ഷ എന്താ? ഞാൻ പറഞ്ഞല്ലോ, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ തന്ത്രങ്ങൾ കാണാം. കോണ്ടെക്സ്റ്റിലെ ഒരെണ്ണം മാത്രമാണ് ഞാൻ പറയുന്നത്. പക, പിണക്കം, ക്ഷമിക്കാൻ കഴിയാത്ത ആ സ്ഥിതി. അത് മലയാളം നാടൻ ഭാഷ പറയാൻ കെട്ടാണത്. ആ കെട്ടാരും അഴിക്കത്തില്ല. ഈ വ്യാഖ്യാനം തെറ്റല്ല കേട്ടോ. കാരണം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ കാപഠ്യത്തെ കർത്താവ് വെട്ടുകയാണ്. അപ്പൊ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ആള് റെഡി അല്ലെങ്കിൽ ആ പൊതു പശ്ചാത്തലത്തിൽ തന്നെ വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷനാണ് ഞാൻ പറയുന്നത്. ദാനധർമ്മം കൊടുക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഉപവസിക്കുമ്പോഴും ഡു നോട്ട് ബി ലൈക്ക് ദ ഹിപ്പോക്രൈറ്റ്സ്. ഇവിടുത്തെ ടെൻഡൻസി എന്താണ്? ഇവിടുത്തെ ടെൻഡൻസി എന്ന് പറയുന്നത് ഹിപ്പോക്രസിയിൽ നമ്മുടെ ആത്മീകത ബാഹ്യ ആത്മീകതയിൽ നിന്നുകൊണ്ട് ഉള്ളിലെ കാര്യങ്ങൾ മറച്ചു വെച്ച് കയ്പൊക്കെ അകത്തുണ്ട്. പക്ഷേ കൈകൾ വീശി വീശി പറ, എന്തോന്ന് വീശ്. പിശാച് കെട്ടും അവിടെ. സഹോദരി സഹോദരന്മാർ ദൈവസഭയിൽ തമ്മിൽ, കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ, കുടുംബത്തിൽ മാതാപിതാക്കൾ മക്കൾ മാതാപിതാക്കൾ, ഇവിടെ എല്ലാം പരിശോധിച്ചോണം. ബിറ്റർനെസ്, unforgiving spirit is a trap of the enemy. വേഗത്തിൽ ക്ഷമ ചോദിച്ചോണം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. കടമെന്ന് പറഞ്ഞാൽ ആരാണ്ട് ലോണ് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ച കാര്യമല്ല. കടമെന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് പാപം. ലൂക്കോസിൻ്റെ സുവിശേഷം 11 ഇതിന് വ്യാഖ്യാനമുണ്ട്. പാപമെന്ന് തന്നെ എഴുതിയിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ കടക്കാരോട് എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് പാപം ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് ദൈവത്തോട് പറയുക. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ പറയുന്നത് ആദ്യമായി വിശ്വാസത്താലുള്ള നീതീകരണത്തിന് വേണ്ടി കർത്താവിൽ വിശ്വസിച്ചപ്പോൾ കർത്താവ് ക്ഷമിച്ച പാപത്തെക്കുറിച്ച് അല്ല.
ദൈനംദിന ജീവിതത്തിൽ റിലേഷൻഷിപ്പിൽ വരുന്ന പാപങ്ങളാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവം നമ്മെ മക്കളും ആയിട്ട് നമ്മളെ സ്വീകരിച്ചു. ആ കാര്യമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ലോകത്തിലുള്ള എല്ലാവരോടും ക്ഷമിച്ച് കഴിഞ്ഞിട്ട് ദൈവം എന്നോട് ക്ഷമിച്ചപ്പോൾ ദൈവം എന്നെ മകനായിട്ട് സ്വീകരിച്ചു എന്നേ അർത്ഥമല്ലിടെ. ഇത് ദൈനംദിന ജീവിതം. കാരണം ഇത് എല്ലാ ദിവസവും ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്നല്ലേ? പ്രേ ലൈക്ക് ദിസ്. അങ്ങനെയാണെങ്കിൽ അതിൽ തന്നെ നമുക്കറിയത്തില്ലേ, ഡെയിലി എൻ്റെ ലൈഫിൽ ഇൻറ്ററാക്ഷൻസിൽ ഒരു പാസ്റ്റർ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോടുള്ള ബന്ധത്തിൽ കയ്പ് കൊണ്ട് നടക്കാൻ അനുവാദമില്ല. അത് എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ, എൻ്റെ ആത്മീകതയെ, എനിക്ക് ദൈവമായിട്ടുള്ള ബന്ധത്തിന് അത് തടസ്സമാണ്. സ്തോത്രം. ദൈവം എന്നെ കേൾക്കത്തില്ല പ്രാർത്ഥന. അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ വിശദീകരണമാണ് 14-15 കർത്താവ് തന്നെ അതിൻ്റെ എക്സ്പോസിഷൻ കൊടുക്കുക. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട്. പക്ഷേ ഞാൻ ക്ഷമിക്കത്തില്ല. പക്ഷെ ഞാൻ ചെന്ന് പറയാം, ഇങ്ങനെ വെച്ചാലൊന്നും ക്ഷമിക്കത്തില്ല. ചിലരിങ്ങനെ അടിച്ചടിച്ച് ഈ അടിച്ചടിച്ചാലൊന്നും ക്ഷമിക്കത്തില്ല. ഞാൻ ക്ഷമിക്കണം. ക്ഷമിച്ചാൽ ദൈവം എന്നോട് ക്ഷമിക്കും. അല്ലല്ലോ. അടുത്ത വാക്യം, നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കയില്ല. ബന്ധിക്കപ്പെടുകയാണ്. ഇതാണ് ടെംപ്റ്റേഷൻ, ഇതാണ് ട്രാപ്പ്. കാരണം എൻ്റെ അകത്ത് അൺഫോർഗിവിങ് സ്പിരിറ്റ്. ഐ cannot. ഭാര്യയോട് ക്ഷമിക്കും, ഞാനോ അവളോടോ? മനസ്സുകൊണ്ട് ക്ഷമിക്കണം, അല്ലെ ദൈവവും ക്ഷമിക്കത്തില്ല. This is the truth. ഹൃദയത്തിൽ വിദ്വേഷവും പകയും വെച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരിക്കലും പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടത്തില്ല. ഹാർട്ട് ക്ലിയർ ആയിരിക്കണം. അങ്ങനെ വിദ്വേഷവും പകയും ഒക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നത് കാപഠ്യമാണ്. അതൊരിക്കലും ഇഫക്റ്റീവ് ആകത്തില്ല. മർക്കോസ് 11:25, നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പീൻ. ഒട്ടനെ നമ്മുടെ അകത്ത് വരുന്നതെന്നറിയാമോ? അങ്ങനെ ഇപ്പൊ ക്ഷമിക്കാൻ അങ്ങനെ നോക്കുന്നത്, എന്നെ കൊണ്ട് അങ്ങനെ ജയിപ്പിച്ചതില്ലയോ? അതൊന്നും അല്ല. ക്ഷമിക്കണം. പിന്നെ ഞാൻ പറയാം, ഇത് ഇനീഷ്യൽ എക്സ്പീരിയൻസ് ഓഫ് ഫോർഗിവ്നെസ്സിനെ കുറിച്ചല്ല. ഇത് ദൈനംദിന ജീവിതം, ഡേ ടു ഡേ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ആണ് ഇവിടുത്തെ വിഷയം. സ്തോത്രം. പേഴ്സണൽ റിലേഷൻഷിപ്പിൽ പകയില്ലാതെ, കയ്പ് താലോലിക്കാതെ. എനിക്ക് അങ്ങനൊന്നുമില്ല. പിന്നെ എങ്ങനെ ഉണ്ട്? തക്കം കിട്ടിയാൽ ഞാൻ വല്ലതും ചെയ്യും. അതാ പക. ദ്രോഹിക്കാനുള്ള ഒരു ആഗ്രഹവുമില്ലാത്ത സ്ഥിതി ദൈവസ്നേഹത്താൽ നിറയപ്പെടണം. പ്രാർത്ഥനയ്ക്ക് എന്താ തടസ്സം? എന്താണ് പ്രെയർ റിക്വസ്റ്റ്? ദുഷ്ടനിൽ നിന്ന് വിടുവിക്കണം. ആ കോണ്ടെക്സ്റ്റിലെ പരീക്ഷ എന്താ? നമ്മളോർക്ക് ഇത് വലിയ പരീക്ഷ. ഞാനോർത്തത് ഈ കൊമ്പൻ ഇങ്ങോട്ട് വന്ന് നാക്ക് വല്ലോണം കഴിഞ്ഞ് ഏതാണ്ട് ചെയ്യും. എന്തോ ചെയ്യും നിന്നെ? ഇത് നമ്മുടെ അകത്തെ ബന്ധനമാണത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചോദിക്കട്ടെ, ഭാര്യയും ഭർത്താവും കൂടെ പ്രശ്നമാണ്, അതിൽ കൂടുതൽ ബന്ധനമുണ്ടോ? അതിനെക്കാട്ടി വലിയ ബന്ധനം എന്താ? ഭാര്യ ഭർത്തൃ ബന്ധം നല്ല സുഖമായിട്ട് ദൈവവചനപ്രകാരമാണെങ്കിൽ ഒരല്പം സ്വർഗത്തിലെ അനുഭവം നമുക്ക് ഭൂമിയിൽ അനുഭവിക്കാം. ആ സന്തോഷം സമാധാനം. അല്ലേലോ തെളിച്ചങ്ങ് പറയാം, അല്പം നരകം അനുഭവിക്കാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് എന്ത് എഴുതിയ അവള് പിന്നെ അങ്ങ് തുടങ്ങുക.
വർഷം കുറേ ആയില്ലയോ ഈ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച്? എത്രയായി? എനിക്ക് 25 വർഷത്തെ എക്സ്പീരിയൻസ് അല്ല എക്സ്പീരിയൻസ്. എന്നിട്ട് ചിലർക്ക് സഭയിലാണേലും ഒന്നും അത് തെറ്റ്, ഇത് തെറ്റ്, ഇത് തെറ്റ് എല്ലാം. ഇതെന്തിനാ ഈ വെള്ള പെയിന്റ്? പിന്നെന്താ അടിക്കണം? കറുപ്പോകും. കർട്ടനൊന്നും ഇല്ലല്ലോ. എന്നാ നിങ്ങളെണ്ണം മേടിച്ചങ്ങിട്. എല്ലാം വിഷയമാണ്. ഇതെന്തിനാ ഇന്ന് ഇത് പ്രസംഗിച്ചത്? പിന്നെ ഏത് പ്രസംഗിക്കണം? എല്ലാം അങ്ങ് പ്രഹനമാണ്. ഒന്നും ചെയ്യാനൊക്കത്തില്ല. കെട്ടാത് എന്താണ്? കെട്ടി വട്ടം കെട്ടി ചുറ്റിക്കെട്ടി ഓടിച്ചിട്ട് കെട്ടി എല്ലാം കെട്ട. ഒന്നും ചെയ്യാനൊക്കത്തില്ല. മാനസാന്തരപ്പെടുക എന്നുള്ളതേ ഉള്ളൂ. This is a trap of the enemy. Bitterness, കയ്പ്. എന്ത് ചെയ്യണം പാസ്റ്ററെ? മാനസാന്തരപ്പെടുന്നേ. എന്തിനിത് വെച്ച് ഞാൻ പറയാൻ, ചില രോഗങ്ങൾ പോലും സൗഖ്യമാകത്തില്ല. ഇത് വെച്ചോണ്ട് നടക്കുക, ഈ ലോഡും എടുത്തോണ്ട് നടക്കുക. Why? This is a trap of the enemy. സ്തോത്രം. എഫേസ്യ ലേഖനം 4:30 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 31-32 വാക്യം വായിച്ച് നിർത്താം. എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. ദൈവം ക്രിസ്തുവിൽ നമ്മോട് ക്ഷമിച്ചതുപോലെ നമ്മൾ ഇനി എന്നാ ഇവൻ കാണിച്ചാലും ക്ഷമിക്കണമെന്ന്. നമ്മളെ ഒന്നും ഭൂമിയുടെ മണ്ടയ്ക്ക് വെച്ചുകൊണ്ട് പോകാൻ കൊള്ളുന്ന ആളുകളല്ലായിരുന്നു. ഒറ്റ ഇഴിക്ക് ദൈവം എല്ലാവരെയും തീർക്കേണ്ടത്. ദൈവം നമ്മളോട് കരുണ കാണിച്ചില്ലേ? ഭാര്യയോട് കരുണ കാണിച്ചാൽ എന്താ പ്രശ്നം? ഭർത്താവിനോട് കരുണ കാണിച്ചാൽ എന്താ പ്രശ്നം? ഇപ്പം രണ്ടും പറഞ്ഞേ ഒക്കു കേട്ടോ. ഭാര്യമാർ തന്നെയല്ല, ഭർത്താക്കന്മാരുടെയും ഭാര്യമാരുടെയും. കാരണം ഭാര്യ കരാട്ടെ പഠിച്ചവരുണ്ട്. അയ്യോ, കല്യാണം കഴിക്കുമ്പോൾ തന്നെ ഒരു ക്വാളിഫിക്കേഷൻ അറിയാം, മോക്ക് കരാട്ടെ അറിയാം. ചെള്ള നോക്കി ഇവള് താങ്ങിക്കളയും കേട്ടോ. സ്തോത്രം. പെന്തിക്കോസില, പക്ഷെ വീട്ടിൽ പിശാച് കയറി കിളച്ച് മെതിച്ചിട്ടേക്കുക. നോ മൈ ബ്രദറൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ല. വെറുതെ യോഗത്തിന് വരാൻ ഒക്കുമെന്നേ ഉള്ളൂ. എന്തിനാ വെറുതെ ഈ പെന്തിക്കോസ് കളിക്കുന്നത്? എന്തിനാ ഈ പെന്തിക്കോസ് കളിക്കുന്നത്? ചെല്ല് പെന്തിക്കോസ് ഒന്നും അല്ല പറയുന്നത്, ബെന്തിക്കോസ്. വെറുതെ എന്തിനാ കളിക്കുന്നത്? എന്നാ ഗുണം കിട്ടും? അതുകൊണ്ട് പാപക്ഷമ ദൈവസന്നിധിയിൽ നിന്ന് ഏറ്റെടുത്ത്, എവിടെയാണ് റിലേഷൻഷിപ്പ് അകന്നു പോയത് അത് റെസ്റ്റോർഡായി കഴിഞ്ഞ് ദൈവവുമായിട്ടുള്ള പ്രാഗൽഭ്യത്തിൽ നിലനിൽക്കുക. ഹൃദയത്തിൽ നമുക്ക് പാപമാണ്, കയ്പാണ്, നീരസമാണ്, ഒരു അൺഫോർഗിവിങ് ഹാർട്ടാണ് ആരോടെങ്കിലുമെങ്കിൽ, ദൈവത്തിൻ്റെ സ്വഭാവത്തിനൊത്തവണ്ണമല്ല പ്രിയരെ നമ്മൾ ആക്ട് ചെയ്യുന്നത്. ജനിപ്പിച്ച അപ്പൻ്റെ സ്വഭാവം, വീട്ടിലെ ജ്യേഷ്ഠ സഹോദരൻ്റെ സ്വഭാവം പോലെ അല്ല. 6-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. പ്രാർത്ഥനയുടെ ഉദ്ദേശം, ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? ഒരു പ്രാർത്ഥനാപേക്ഷ. ആ പ്രാർത്ഥനാപേക്ഷയിൽ വ്യക്തമാണ്, ശിഷ്യന്മാർക്ക് പോർക്കളത്തിലാണ് പോരാട്ടമുണ്ട്. കർത്താവ് പോർക്കളത്തിലൂടെ പോയി ജയാളിയായി. കർത്താവിനെ അനുഗമിക്കുകയാണെങ്കിൽ നമുക്കും ജയാളികളാകാം. അവിടുത്തേക്ക് ആത്മനിറവും ആത്മാവിൻ്റെ ശക്തിയാൽ നേരിട്ടു, വചനത്താൽ നേരിട്ടു, അധികാരം ഉപയോഗിച്ചു.
ഇതേ ആത്മീയ ആയുധങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. കർത്താവ് 40 ദിവസം ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു. നമ്മളും അതിനെ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ഇത് കെണിയാണ്, ഇത് നിസാരമല്ല. ദൈവത്തോടെന്നെ അടുപ്പിക്കാതെ അകറ്റുക എന്നുള്ളതാണ് പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം. എന്നിട്ട് എന്നെ വിശ്വസിപ്പിക്കും ഞാൻ സൂപ്പർ ആത്മീയനാണെന്നും. അതാണ് ഭയങ്കരം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ തക്കവണ്ണമുള്ള കെണിയാണിത്. ആ കെണിയിൽ പെട്ട് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ചിന്തിക്കുക, എന്നാലും അതൊന്നും കുഴപ്പമില്ല, എനിക്ക് പാട്ട് പാടിയപ്പോൾ എനിക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ഫീലിംഗ് ഒന്നും അല്ല ഇത്. ദൈവവുമായി ഹൃദയത്തിൽ പ്രാഗൽഭ്യം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം വിട്ട് ഒന്നും പരിഗണിക്കത്തില്ല. മടങ്ങി വാ പ്രിയരെ, പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഏൽപ്പിക്കാം. ആരോടെങ്കിലും എന്തെങ്കിലും കയ്പായിട്ടുണ്ടെങ്കിൽ വിളിച്ചു പറയേണ്ടതാണെങ്കിൽ വിളിച്ചു പറയണം, അല്ലെ നേരിട്ട് പറയണം. ഭാര്യയോട് ക്ഷമ ചോദിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല, ഭർത്താവിനോട് ക്ഷമ ചോദിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. ക്ഷമ ചോദിക്കണം, നിരപ്പ് പ്രാപിക്കണം. താഴെ പ്രാർത്ഥന ദൈവം കേൾക്കും. അവിടെ ശത്രു തോക്കുക, അവിടെ ആ തന്ത്രം ഉടയുക. സ്തോത്രം. ചിലർക്കങ്ങ് എല്ലാം സംശയമാണ്. ഇപ്പം അച്ഛൻ ഇവിടെ പോയതാണ്, ഇപ്പം എന്തോ നോക്കിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് കൊടുക്കും? ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഭാര്യ അപ്പോൾ ഇവളെ പേടിച്ചാ വെച്ചത്, അവൾ ചിന്തിച്ചത് വേറെയാ. എന്താണ്? ഏതാണ്ടുണ്ട്. പിന്നെ കർട്ടന് പുറകെ വന്ന് അസുഖം വല്ലതും പിടിക്കും. വിട്ടുകളയേണ്ടത് വിട്ടുകള. സ്തോത്രം. വിട്ടുകളയേണ്ടത് വിട്ടുകള. പ്രാഗൽഭ്യമുള്ള ജീവിതം. ഹല്ലേലൂയ. ദൈവസ്ഥലം നമുക്കൊന്ന് ഒരുങ്ങാം. സ്തോത്രം.